ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം CPIM എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് അന്വേഷിക്കുകയോ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നല്ലോ. ആ തിരുത്തൽ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് അസ്തമിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട് പൊതുവെ എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു 3 മാസം ഒക്കെ വലിയ വിവാദമില്ലാതെ ഈ സർക്കാർ അങ്ങ് തുടരുമെന്നായിരുന്നു. പക്ഷേ സർക്കാർ വിവാദങ്ങളിൽ തുടർച്ചയായി പെട്ട സാഹചര്യമുള്ളപ്പോൾ പിന്നെ ചർച്ചകൾ അതിലേക്ക് പോയി. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് CPIM ആ നിലയ്ക്ക് അവർ പരുവപ്പെടുന്നു. അവർ ആ പ്രതിപക്ഷത്തിൻ്റെ റോൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പ്രത്യേകിച്ച് CPM എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നോ എങ്ങനെ തിരുത്തുമെന്നോ ഉള്ള ചർച്ചകളിൽ നിന്ന് പതുക്കെ അങ്ങ് മാറിപ്പോയി. ഇപ്പോൾ MV ജയരാജനായി ആ ചർച്ചകളെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വന്നത് നന്നായി. കാരണം ഈ തിരുത്തൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ടല്ലോ CPIM-ൽ. അപ്പോൾ ആ ചർച്ചകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കൗതുകരമായ കാര്യം, നേരത്തെയൊക്കെ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ CPIM തകർന്നപ്പോൾ അവിടെ വല്ലാതെ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് അങ്ങനെ പരാജയപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായി ഉണ്ടായിരുന്നത് അവിടെയൊക്കെ മറ്റേ ഭദ്രലോകാണ് പാർട്ടി ഉണ്ടാക്കിയതും പാർട്ടിയെ നയിച്ചതും. സാധാരണക്കാരായിരുന്നില്ല പാർട്ടിയുടെ നേതാക്കന്മാർ. ആ വർഗം എന്നുള്ളത് അവിടെ പ്രവർത്തിച്ചില്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ തൊഴിലാളി വർഗമാണ് ഇവിടുത്തെ പാർട്ടിയെ നയിച്ചത്, തൊഴിലാളി വർഗമാണ് ഇവിടുത്തെ പാർട്ടിയുടെ നേതൃത്വം. അതുകൊണ്ട് ആ തകർച്ച ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് വർഗം എന്താണെന്ന് MV ഗോവിന്ദൻ അറിയില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, സുധാകരൻ പറഞ്ഞതിനോട്. കാരണം MV ഗോവിന്ദൻ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയും തൊഴിലാളി വർഗത്തിൽ ജനിച്ചു വളർന്ന ആളുമാണ്, അങ്ങനെ വന്നയാളാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ അടക്കമുള്ള മറ്റ് നേതാക്കന്മാരെല്ലാം, ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ഈ ഏറ്റവും മുതിർന്ന തലമുറയിൽ നിൽക്കുന്നവരെല്ലാം തന്നെ ആ തൊഴിലാളി വർഗത്തിൽ നിന്ന് ഉയർന്നു വന്നവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വേണമെങ്കിൽ ചെറിയ മാറ്റമൊക്കെ പറയാൻ പറ്റുന്നത് സുധാകരനെ പോലുള്ളവർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വർഗം എന്താണെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അതാണോ ഇവിടെ പ്രശ്നം എന്നുള്ളതിലേക്കാണ് പോകേണ്ടത്. ഇതൊരു പ്രയോഗത്തിൻ്റെ സംഗതിയാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പുറത്തു പോകുന്നവരോ നടപടിയെടുക്കുന്നവരോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പ്രയോഗമാണ് വർഗവഞ്ചകർ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇവരെല്ലാം ഈ TK ഗോവിന്ദനും ഈ കുഞ്ഞികൃഷ്ണനും സുധാകരനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിലാണ് പിണറായി വിജയനോട് ഇത് സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. വർഗവഞ്ചനയല്ലേ കാണിച്ചതെന്ന് നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് വർഗവഞ്ചകർ എന്ന് പ്രയോഗിക്കാൻ തയ്യാറായില്ലായിരുന്നു ആ ഘട്ടത്തിൽ. പിന്നീട് വർഗവഞ്ചനയാണെന്നുള്ളത് പറഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിൽ അത് തയ്യാറായില്ല. കാരണം അതൊന്ന് ഏറ്റവും കടുത്ത പ്രയോഗമാണ്. അതുകൊണ്ട് വീണ്ടും അവരൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അത് ഈ ഘട്ടത്തിൽ അതെടുത്ത് പ്രയോഗിക്കേണ്ട സാഹചര്യം പുതുതായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം ചർച്ചകൾ ഇപ്പോൾ MV ഗോവിന്ദൻ അതിനെ ഈ രൂക്ഷമായ ഭാഷയിൽ വർഗവഞ്ചകരാണെന്ന് ഈ ഘട്ടത്തിൽ എതിർക്കേണ്ട സാഹചര്യം പ്രത്യേകിച്ച് എന്തെങ്കിലും ഇല്ല. കാരണം MV ജയരാജൻ എന്താ പറഞ്ഞത്, തിരുത്തിയാൽ അവർക്കൊക്കെ തിരിച്ചു വരാം. അത് CPM-ൻ്റെ നയമാണ്, എല്ലായ്പ്പോഴും പറയുന്ന നയമാണ്. ഇപ്പോൾ ഈ ഗോവിന്ദ മാഷ് ഇത് പറഞ്ഞ് അത് ആവർത്തിച്ചിട്ടുണ്ട്. ഈ വർഗവഞ്ചകരാണെന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ തിരുത്തിയാൽ തിരിച്ചു വരാം, ലോകത്താർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയല്ലേ MV ഗോവിന്ദനും MV ജയരാജനും പറഞ്ഞുള്ളൂ. MV ജയരാജൻ പറഞ്ഞതാണ് തിരുത്തിയാൽ അവർക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രകോപിതനാവുന്നതിൻ്റെ കാരണം ചർച്ചകൾ മുഴുവൻ പൂർണ്ണമായും ഈ പറഞ്ഞ നേതൃത്വത്തിനെതിരെ തന്നെയാണ് വരുന്നത്. താഴെത്തട്ടിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ പോയെങ്കിലും ചർച്ചകൾ താഴെത്തട്ടിൽ നേതൃത്വത്തിന് നേരെ വിരൽ ചൂണ്ടി നിൽപ്പുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി ചില സൂചനകൾ, ഇപ്പോൾ സഭയിൽ KN ബാലഗോപാൽ എഴുന്നേറ്റ് നിന്നിട്ട് പ്രതിപക്ഷ നേതാവിന് പകരം അദ്ദേഹം ഇടപെടുന്ന തരത്തിൽ കാര്യങ്ങളുണ്ടായി എന്നുള്ള വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ. അതായത് ഇത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, LOP എഴുന്നേറ്റ് പറയേണ്ടതാണ് എന്ന് പറയുകയും അങ്ങനെ പിണറായി വിജയൻ എഴുന്നേറ്റ് പറഞ്ഞ് പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനെല്ലാം ചേർത്ത് വെച്ച് പുതിയ ചർച്ചകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളിലുള്ള സാഹചര്യത്തിലായിരിക്കും ഗോവിന്ദ മാഷ് ആ രൂക്ഷമായ പ്രതികരണം നടത്തിയിട്ടുണ്ടാകും. എന്തായാലും ഈ ചർച്ച വീണ്ടും ഉയർന്നു വന്നത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്.